എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ഒരു പലഹാരമാണ് കാണിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ ഒരു കവർ ചപ്പാത്തിയൊക്കെ വാങ്ങിക്കുക. ഒരു ചപ്പാത്തിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയൊക്കെ ചെയ്യുമ്പം ചിലപ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ എല്ലാവർക്കും എടുക്കുമ്പോൾ രണ്ടെണ്ണമൊക്കെ അധികം വന്ന് എന്ത് ചെയ്യും? അപ്പോൾ ആർക്കും നാളത്തേക്ക് ചപ്പാത്തി വേണ്ട എന്ന് ഒരു ആയിരുന്നു. നമുക്ക് ഈ 4 മണിക്കൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇന്നതാ കാണിക്കാൻ വേണം. വേസ്റ്റ് ആക്കാതെ നമുക്ക് ആ ചപ്പാത്തി 4 മണിക്കൂർ ചായയുടെ കൂടെ നല്ലൊരു പപ്സ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അതിന് വേണ്ടുന്ന സാധനങ്ങൾ വെച്ചാൽ തേങ്ങ, ശർക്കര, കുറച്ച് ഏലയ്ക്ക, ഇത്തിരി കപ്പലണ്ടി, മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ ഇടാം. കപ്പലണ്ടി ഇല്ലെങ്കിൽ കശുവണ്ടി ഇട്ടാലും മതി, കുഴപ്പമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ആക്കണം. വേറെ പണിയൊന്നുമില്ല കേട്ടോ. ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. ശർക്കര സ്പീഡപ്പാട്ട് ചെയ്യണം. ഇതൊക്കെ ഇച്ചിരി കൊച്ച് ഒരു വീഡിയോ ആയിട്ട്, ചെറിയ വീഡിയോ. അങ്ങനെ നമ്മുടെ ശർക്കര ടപ്പെന്ന് പറഞ്ഞ് നമ്മളത് ശരിയാക്കിയിട്ടുണ്ട്. കുറച്ച് മധുരമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ കൂടെ ഏലക്കയുണ്ട്, പിന്നെ തേങ്ങയുണ്ട്, പിന്നെ കുറച്ച് കപ്പലണ്ടി തൊലിയോട് കൂടി തന്നെ കേട്ടോ, കുറച്ച് മുന്തിരിങ്ങയുണ്ട്. ഇത് നല്ലോണം നല്ല കൈ വെച്ച് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. എന്നാലും ഈ തേങ്ങയുടെ പാൽ ഇതിനകത്ത് കറക്റ്റായിട്ട് ഇറങ്ങി കിട്ടും. കണ്ടില്ലേ, നല്ല രസമാണ് കഴിക്കാൻ കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിക്കണം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി. കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തു. ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ചപ്പാത്തി എടുക്കാം. കണ്ടില്ലേ, ചപ്പാത്തി എടുത്തിട്ട് ഈ ഫില്ലിങ് നിങ്ങളിപ്പം വിചാരിക്കും ഇതൊക്കെ എത്ര കണ്ടേക്കുന്നതെന്ന് കേട്ടോ. ഇങ്ങനെ വയ്ക്കുക. കണ്ടില്ലേ, 2 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്തിരി കൂടെ വയ്ക്കുക. ഇത്തിരി മൈദ മാവ് ഒന്ന് പശയല്ലേ നമ്മുടെ പോലിരിക്കുമല്ലോ, ഒട്ടിക്കാനൊക്കെ എളുപ്പമാണ് മൈദ മാവ്. നമ്മൾ കഴിക്കുമ്പം തന്നെ പണ്ട് തിയേറ്ററിലെ പടത്തിൻ്റെ നോട്ടീസൊക്കെ കുറുക്കി കൊണ്ടുവന്ന് ഇത് വെച്ചാൽ ഒട്ടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ നമ്മുടെ മതിലുകളിലും ഒക്കെ ഇതാണ് നമ്മൾ ഇഷ്ടം പോലെ കഴിക്കുന്നത്, മൈദ മാവ്. അത് ആദ്യമേ ഈ സൈഡിലൊക്കെ ഒന്ന് ടച്ച് ചെയ്യുക കേട്ടോ. ചപ്പാത്തി ആയതുകൊണ്ടാണ് കേട്ടോ. മറ്റേ മാവൊക്കെ ഫ്രഷായിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. എന്നിട്ട് ഇത് ചെറുതായിട്ട് ഇങ്ങനെ അകത്തോട്ട് മടക്കി വയ്ക്കുക. അവിടെയും ഇച്ചിരി ഒന്ന് പക്ഷേ ഇങ്ങനെ തേക്കുക. അതിന് ശേഷം ഈ ഒരു ചപ്പാത്തി അങ്ങ് മാറ്റി വയ്ക്കട്ടെ. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെ ഇങ്ങനെ മാല പോലെ കട്ട് ചെയ്യുക. ആളുകളെ ഒന്ന് പറ്റിക്കുക, ഒരു വെറൈറ്റി സാധനം കൊടുക്കാമെന്നേ ഉള്ളൂ കേട്ടോ. ചപ്പാത്തിക്കകത്തൊക്കെ ഉണ്ടാക്കുന്ന പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ലല്ലോ. അതുകൊണ്ട് ആൾക്കാരെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയുള്ളൊരു ഉപകാരം കേട്ടോ. പക്ഷേ ഇതിൻ്റെ മേളിലും ഇത് തേക്കുക. സൈഡിനെല്ലാം ഒട്ടുന്ന രീതിയിൽ എല്ലായിടവും ശരി. ഇതൊക്കെ കണ്ടുപിടുത്തമാണ് കേട്ടോ. പക്ഷേ സംഭവം സൂപ്പറാണ് കേട്ടോ. തേച്ചു. ഈ ചമ്മന്തി എന്തുണ്ട്, ഇതൊരെണ്ണം മേലോട്ടെടുത്ത് വെച്ചു, ഇതൊരെണ്ണം മേലോട്ടെടുത്ത് വെച്ചു, ഇതൊരെണ്ണം മേലോട്ട് വെച്ചു. ഇങ്ങനെ ഒരു നല്ല അടിപൊളി ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റിയ നമ്മൾ കാണുമ്പോൾ പപ്സ് ഉണ്ടല്ലോ, അതേ കണക്കിരിക്കും. ഇനി നമ്മുടെ ഈ സൈഡ് ഇച്ചിരി ഒന്ന് വെട്ടിക്കളയുക. 2 സൈഡും, ഈ മൂലയുടെ 2 സൈഡും ശകലം ഒന്നൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഒന്ന് എല്ലാം ഇച്ചിരി ചെയ്യും മൈദാമാവ്
തേക്കുക. നമുക്ക് ഇതങ്ങോട്ടിരിക്കട്ടെ. അടുത്തതും അതേ കണക്ക് തന്നെ നമുക്ക് നിറയ്ക്കാം. 2 എണ്ണം ഇവിടെ, ഒരെണ്ണം കൂടെ ഉണ്ട്. 2 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് 2 എണ്ണം ഇപ്പോൾ ചായയുടെ കൂട്ടത് കഴിക്കാമല്ലോ. മൈദാമാവ് തേക്കുക. 4 ഇച്ചിരിച്ച മൈദാമാവ് തേക്കുക. എല്ലാവരെയൊക്കെ ഒന്ന് പറ്റിക്കണ്ടേ ഇടയ്ക്ക്. ഇങ്ങനെ അങ്ങോട്ട് കവർ ചെയ്യുക. കണ്ടോ? മൈദാമാവ് ഇവിടെയും തേക്കുക, ഒട്ടിക്കുക, മുലയ്ക്ക് തേക്കുക. നമ്മൾ കവറൊക്കെ ഒട്ടിക്കുന്ന കണക്ക് ഇരിക്കുന്നില്ലേ? ഇതിങ്ങനെ ആക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു വെറൈറ്റി പപ്സിൻ്റെ കണക്കിരിക്കുന്നത്. മൈദാമാവ് തേക്കുക. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. നല്ല രസമാണ് കഴിക്കാൻ, നല്ല ടേസ്റ്റുമാണ്. ഒട്ടിച്ച് ഒന്ന് വിട്ടൊട്ടിച്ചാൽ നല്ലൊരു വേറെ രീതിയിരിക്കും കേട്ടോ. ഒന്ന് വിട്ടൊട്ടിക്കാമെങ്കിൽ ഒരു കവർ ചെയ്ത് ഇവിടെ ഇങ്ങനെയൊക്കെ വിട്ട് വേണമെങ്കിൽ ഒട്ടിക്കാം. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ഒട്ടിക്കാം. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ മൂല ഇതിലേന്നും ഇച്ചിരി വെട്ടിക്കളയുക. ഒരു ഭംഗി വേണം അതിന് വേണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ 2 പപ്സും ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിക്കാം. 2 സ്പൂൺ സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചുറ്റിക്കാം. അപ്പോൾ നമ്മളൊരു വെറൈറ്റി പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വേസ്റ്റ് ആവാതെ ആൾക്കാർക്ക്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. വെച്ചു. ആരെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഇതെല്ലാം മൂക്കട്ട് നല്ല ചുമ വരും കേട്ടോ. അപ്പോൾ ഇത് കാണിച്ചു തരാം. ഇത് എളുപ്പമായതുണ്ടോ? നമ്മുടെ പപ്സ് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. നല്ല ചുമന്ന കളറിൽ കണ്ടോ? കണ്ടില്ലേ? അപ്പോൾ തീ ഉറച്ചിട്ട് വേണം ഇത് എടുക്കാൻ. കാരണം ചപ്പാത്തി ആയതുകൊണ്ട് കട്ടിയില്ലല്ലോ. കണ്ടോ? നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സൈസ് ഒരു നല്ല അടിപൊളി ഒരു ഇത് കട്ട് ചെയ്തങ്ങ് കഴിച്ചാൽ മതി കേട്ടോ. അടിപൊളിയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ? കണ്ടല്ലേ? അടിപൊളിയായിട്ടോ കഴിക്കുക. ഇതിന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെയും കട്ട് ചെയ്ത് ഇങ്ങനെയും കട്ട് ചെയ്ത് ഇങ്ങനെയും കട്ട് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. സിമ്മിലേ ഇടാവൂ കേട്ടോ. തീ കൂട്ടി വയ്ക്കരുത്. കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. കാരണം ചപ്പാത്തിയാണ്, ചപ്പാത്തിക്ക് കട്ടിയില്ല. അപ്പോൾ ഒറ്റ ലെയറല്ലേ ഉള്ളൂ. മറ്റേ പപ്സൊക്കെ ആണെങ്കിൽ 2-3 എണ്ണം ഒന്നിച്ച് മടക്കിയൊക്കെ വെച്ചാൽ ഉണ്ടാക്കുന്നത്. നമ്മൾ എണ്ണ മാറിക്കിടക്കുകയും ചെയ്യും കേട്ടോ. എണ്ണയൊക്കെ ഇപ്പത്തോട്ടിഞ്ഞ് വീഴും. ആ സിമ്മിൽ ഇങ്ങനെ കിടന്ന് നല്ല റെഡിയാവും. കണ്ടില്ലേ? കൂടുതൽ തീയൊന്നും ചൂടൊന്നും വേണ്ട ഇതിന് കേട്ടോ. എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. കിട്ടില്ല. കണ്ടില്ലേ? മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കണം. അടിപൊളിയല്ലേ? കണ്ട നല്ല മുന്തിരിങ്ങയും കടിച്ചിന് നല്ല രസം കേട്ടോ. ചൂടാണ് കേട്ടോ. ഇതാ കണ്ട പപ്സ്. ഇതിനകത്ത് മധുരം വേണ്ടെങ്കിൽ നമുക്ക് സവാളയും ഇച്ചിരി ഗരം മസാലയും എല്ലാം ഇട്ടൊന്ന് വാട്ടിയിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്ത് ഒരു മുട്ടയോ ഇച്ചിരി ചിക്കനോ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം. ചപ്പാത്തിയൊക്കെ അധികം വന്നാൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ? അടിപൊളിയല്ലേ? അടുത്തൊരു വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം.